എന്നെ മാത്രമല്ല സംവിധാനത്തിനെ മുഴുവൻ സമ്മർദ്ദത്തിലാക്കും. കൂടെ വർക്ക് ചെയ്യുന്നവർക്ക് സമ്മർദ്ദം, പിന്നെ സർക്കാരിന് സമ്മർദ്ദം, പിന്നെ എല്ലാവർക്കും അമിതമായ സമ്മർദ്ദമാണ് അത്. പിന്നെ ജനങ്ങൾക്കും ഭയമായിരിക്കും ഡിപ്പാർട്ട്മെന്റിലേക്ക് വരാൻ, അവിടെ എന്താണ് നടക്കുന്നത്, അവിടെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, അങ്ങോട്ട് പോകണ്ട എന്നൊക്കെയുള്ള രീതിയിലുള്ള പ്രശ്നങ്ങൾ അവർക്കും തോന്നും. അപ്പോൾ ഇത് കഴിയുന്നതും വേഗത്തിൽ ഈ പ്രശ്നങ്ങൾ നമ്മൾ സെറ്റിൽ ചെയ്ത് ഇത് വലിച്ചു നീട്ടാതെ എങ്ങനെങ്കിലും പോകുന്നതാണ് നല്ലത്. സാർ, ഈ ചികിത്സയിലിരിക്കെ ആരോഗ്യമന്ത്രി സാറിനെ വന്ന് സന്ദർശിച്ചു, എന്താണ് അവർ പറഞ്ഞത്? മാഡം വളരെ നമ്മൾ സമാധാനിപ്പിക്കുകയായിരുന്നു. മാഡം മാത്രമല്ല DME ആശുപത്രിയിൽ വന്ന് കണ്ടു. ആശുപത്രിയിൽ വന്നു, മാഡവും DMEയും വന്നു കണ്ടു. അവർ വളരെ നമ്മൾ സമാധാനിപ്പിച്ചു. മാഡം കുറേ സമയം ഇരുന്നു. ഞാനും ആയിട്ട് സംസാരിച്ചു, എൻ്റെ വൈഫായിട്ട് സംസാരിച്ചു, വളരെ കുടുംബകാര്യങ്ങളെല്ലാം ചോദിച്ചു. നല്ല സന്തോഷമായിട്ടാണ് പിരിഞ്ഞത്. ഈ സമാധാനിപ്പിച്ചു എന്ന് പറയുന്നത് താങ്കളുടെ ഭാഗത്ത് വീഴ്ചയില്ല എന്നാണോ മന്ത്രി പറയുന്നത്, അല്ലെങ്കിൽ അവർക്ക് തെറ്റുപറ്റിയെന്ന്? എന്താണ് സമാധാനിപ്പിക്കൽ? അല്ല, അങ്ങനൊന്നും ആ തലത്തിലൊന്നും നമുക്ക് ഞാൻ ചിന്തിച്ചിട്ടില്ല. നമ്മുടെ മുമ്പിൽ ഒരാൾ വന്ന് നമ്മളെ സമാധാനിപ്പിക്കുന്നു, നമ്മൾ സമാധാനമായിട്ട് കഴിയുന്നു. അങ്ങനെ നമ്മൾ സാറിന് എന്തെങ്കിലും ഒരു ഉറപ്പ് അവർ തന്നിട്ടുണ്ട്? ഇനി അല്ല, അവിടെ വെച്ച് ഇങ്ങനെയുള്ള ഒരു കാര്യം ചർച്ച ചെയ്തില്ല. അവിടെ വെച്ച് നമ്മുടെ അസുഖവിവരങ്ങൾ ചോദിച്ചു, വീട്ടുകാര്യങ്ങൾ ചോദിച്ചു, അങ്ങനെ ഉള്ള വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചോദിച്ചു. അപ്പൊ ഇനി സാർ ഇതിൽ തുടർ നടപടികളിലേക്ക് കടക്കില്ല എന്നൊരു പ്രതീക്ഷയിലാണ് ജോലിയിലേക്ക് തിരികെ പ്രവേശിക്കുന്നത്? എന്റെ സൈഡിൽ നിന്ന് ഞാനൊന്നുമില്ല. ഞാൻ ഇനിയും ഒരു മാധ്യമങ്ങൾക്കും ഒരു വാർത്തയും പങ്കുവയ്ക്കണം. ഞാനിപ്പോൾ ഇന്ന് കോൺട്രവേഴ്ഷ്യലായിട്ടൊന്നും പറയുന്നില്ല. ഞാൻ മാധ്യമങ്ങളെ കാണരുതെന്നാണ് പിന്നെ എനിക്ക് KGM സീറ്റ് ഞങ്ങളുടെ സംഘടനയുടെ നിർദ്ദേശം. അപ്പം അത് പിന്നെ ഇത്രയും നിങ്ങളോട് പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ ഇനിയും നിങ്ങൾക്ക് ഇതിനകത്തുള്ള കാര്യങ്ങൾ KGM സീറ്റ് ഞങ്ങളുടെ സംഘടനയായിട്ട് നിങ്ങൾ ചർച്ച ചെയ്തോളൂ, ബാക്കി കാര്യങ്ങളൊക്കെ. ഞാൻ ഇനി ഇതിനകത്ത് ഇനിയും പ്രതികരണത്തിലില്ല. ഈ നെഫ്രോസ്കോപ്പ് കേടായത് തകരാറ് പരിഹരിക്കാൻ അയച്ചതായിരുന്നു അല്ലേ കഴിഞ്ഞ ദിവസം? അതായത് ഈ സംശയം ഉണ്ടാക്കിയത്? അത് സംശയമൊന്നുമില്ല. അത് നമ്മൾ നെഫ്രോസ്കോപ്പ് കേടാവും, നമ്മളത് പിന്നെ നമ്മൾ അതെങ്ങനെയെങ്കിലും റിപ്പയർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കും. എന്തെങ്കിലും സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് നമ്മൾ ചെയ്യണ്ടേ? അത് നമ്മൾ കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ സോഴ്സ് വഴി നമുക്കിത് അത് കറക്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ കറക്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇത് കളയാനുള്ള സാധനങ്ങളാണ്. അപ്പോൾ കളയാനുള്ള സാധനങ്ങൾ അത് നമുക്ക് എന്തെങ്കിലും രീതിയിൽ അത് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് എടുക്കാം. അപ്പോൾ ചിലരൊക്കെ നമ്മളിങ്ങനെ ഇന്റർനെറ്റൊക്കെ നോക്കുമ്പോൾ കാണാം ഇതിനകത്ത് സർവീസിങ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ അവർക്ക് അയച്ചു, അപ്പോൾ അവരോട് വിളിക്കും അത് ചെയ്യാൻ പറ്റുമോ. അപ്പോൾ അവർ അയച്ചു തരും. നമ്മൾ നോക്കിയിട്ട് പറയാം, നമ്മൾ അയച്ചു കൊടുക്കും. ഇങ്ങനെ പല സാധനങ്ങൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അയച്ചു കൊടുക്കാറുണ്ട്. ചിലതൊക്കെ അപൂർവമായിട്ട് അവർ റിപ്പയർ ചെയ്ത് തരും. പിന്നെ ചിലതൊക്കെ ഈ മെഡിക്കൽ എക്യുപ്മെന്റ്സ് ഇങ്ങനെയൊക്കെയുള്ള എൻഡോസ്കോപ്പുകളൊക്കെ റിപ്പയർ ചെയ്ത് കിട്ടാൻ പാടാണ്. അതിന് ഒരുപാട് ചിലവുമാവും. അപ്പോൾ അതൊക്കെ അത് നോക്കിയിട്ട് അവർ തിരിച്ചയച്ചു തരാം. അത് പറ്റില്ല ഡോക്ടർ എന്ന് പറഞ്ഞിട്ട്. അതായിരുന്നു അവിടെ കണ്ടത്, ഓഫീസിൽ കണ്ട ബോക്സിലുള്ളത് അതായിരുന്നു. അവിടെ അങ്ങനെ ഒരുപാട് ഇങ്ങനെ കൊണ്ടുവരുന്ന സാധനങ്ങളെല്ലാം അത് നമ്മളവിടെ റൂമിൽ വെച്ചേക്കാൻ പറ്റും. അവിടെ വേറെ നമുക്ക് സുരക്ഷിതമായിട്ട് വെക്കാൻ വേറെ സ്ഥലമില്ല. എൻ്റെ റൂം തന്നെയാണ് എല്ലാത്തിൻ്റെയും സ്റ്റോക്കും എല്ലാം, സാധനങ്ങളും ഓഫീസും എല്ലാം. ഒരു കൊച്ചു റൂമുണ്ട്. ആ റൂമിനകത്താണ് നമ്മളെല്ലാ സാധനങ്ങളും കൊണ്ട് വെക്കുന്നതും പിന്നെ ആവശ്യാനുസരണം ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് അവർ എടുത്തുകൊണ്ട് പോകുന്നതും ഒക്കെ അവിടെ നിന്നാണ്. അതങ്ങനെ വലിയ സെക്യൂരിറ്റി ഉള്ള റൂമൊന്നും അല്ല. നമുക്കത് പിന്നെ നമ്മൾ കോൺഫിഡൻഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ആവശ്യമുള്ള കുറച്ച് ഡിപ്പാർട്ട്മെന്റ് രേഖകളൊക്കെ അത് വെച്ചിട്ടുണ്ട്. അതെന്തായാലും നമ്മൾ താക്കോല് കൊടുത്തിരിക്കുന്ന ആരും അതിനകത്തൊന്നും അത് ടാമ്പർ ചെയ്യത്തില്ല. അപ്പം അതുകൊണ്ടാണ് അവരുടെ മാത്രം കൊടുത്തിരിക്കുന്നത്.